നമസ്കാരം. യുഎഇയിൽ പ്രഖ്യാപിച്ച പൊതുമാപ്പ് കാലാവധി ഇന്നുകൊണ്ട് അവസാനിക്കുന്നു. ഇനി കർശനമായ പരിശോധനയുടെ സമയമാണ്. ദുബായിൽ മാത്രം 2,36,000 പേരാണ് പൊതുമാപ്പ് അവസരം പ്രയോജനപ്പെടുത്തിയത്. രേഖകൾ ക്ലിയർ ആക്കാനുള്ളവർ വേഗം പൂർത്തീകരിക്കണമെന്ന് അധികൃതർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ളവരുമായി സഹകരിച്ചാണ് അനധികൃത താമസക്കാരെ പിടികൂടാനുള്ള നടപടി തുടങ്ങുകയെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അധികൃതർ അറിയിച്ചു. 4 മാസം നീണ്ട പൊതുമാപ്പാണ് ഇന്ന് അവസാനിക്കുന്നത്. സെപ്റ്റംബർ 1 പ്രഖ്യാപിച്ച പൊതുമാപ്പ് ആനുകൂല്യമാണ് അവസാനിക്കുന്നത്. 55,000-ലധികം പേർ രാജ്യം വിട്ടു. ബാക്കിയുള്ളവർ സ്റ്റാറ്റസ് ശരിയാക്കി പുതിയ ജോലി നേടി. നിയമ നടപടികളിൽ സഹകരിച്ചവരോട് ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മർറി നന്ദി അറിയിച്ചു. പൊതുമാപ്പിൽ ഔട്ട് പാസ് നേടി സ്വദേശത്തേക്ക് മടങ്ങുന്നവർക്ക് തിരിച്ചുവരാൻ വിലക്കില്ല എന്നതാണ് ഇത്തവണത്തെ പൊതുമാപ്പിന്റെ പ്രത്യേകത. 2003, 2007, 2013, 2018 വർഷങ്ങളിലും UAE സമാനമായ പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരുന്നു. പൊതുമാപ്പിന് ശേഷം പിഴകൾ പഴയപടിയായിരിക്കും. താമസരേഖകൾ നിയമാനുസൃതമാക്കാതെ തുടരുന്നവരെ പിടികൂടാൻ ബുധനാഴ്ച മുതൽ കർശന പരിശോധന തുടങ്ങുമെന്ന് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മർറി വ്യക്തമാക്കി. പൊതുമാപ്പ് സംരംഭം വിജയകരമായിരുന്നുവെന്നും പദ്ധതി വിജയിപ്പിച്ചതിന് സംരംഭത്തിൽ പങ്കാളികളായ എല്ലാവരോടും നന്ദിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ദുബായിൽ ഇതുവരെ 55,000-ന് മുകളിൽ എക്സ് പെർമിറ്റ് പാസുകൾ നൽകിയിട്ടുണ്ട്. ഔട്ട് പാസ് ലഭിച്ച നിരവധി ആളുകൾ ഇനിയും രാജ്യം വിടാനുണ്ട്. മതിയായ ടിക്കറ്റുകളുടെ ലഭ്യതക്കുറവും ഉയർന്ന ടിക്കറ്റ് നിരക്കുമാണ് രാജ്യം വിടാൻ ഒരുങ്ങുന്നവരുടെ പ്രധാന വെല്ലുവിളി. GDRFA ദുബായ് അർഹതപ്പെട്ട നിരവധി ആളുകൾക്ക് യാത്രയ്ക്കുള്ള സഹായങ്ങൾ നൽകിയിട്ടുണ്ടെന്നും ലഫ്റ്റനന്റ് ജനറൽ കൂട്ടിച്ചേർത്തു.